ഇങ്ങനെ അങ്ങ് മടക്കുക, ഇങ്ങനെ അങ്ങ് മടക്കുക, ഇങ്ങനെ അങ്ങ് മടക്കും. അതെ, ഇങ്ങനെ അങ്ങ് മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് പ്രസ് ചെയ്തിട്ട് പൊളിച്ചിട്ട് വന്നേന്നുണ്ടോ? ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഇങ്ങനെ ആക്കണം. എന്നിട്ട് ഇങ്ങനെ എടുക്കും. കണ്ടോ, ഇങ്ങനെയാണ് സ്പൂൺ ഉണ്ടാക്കുന്നത്. അതിന്റെ ഉപയോഗം എന്തെന്ന് വെച്ചാ ഇങ്ങനെ പായസം കോരി കുടിക്കാനും കഞ്ഞി കോരി കുടിക്കാനുമാണ് കേട്ടോ. ശരി, അപ്പോൾ ഒന്നുകൂടെ ഉണ്ടാക്കും, ഒരു എല്ലോടെ ഉണ്ടാക്കും. അവിടെ അവൻ്റെ കൂടെ ഉണ്ടാക്കും. നോക്ക്, നമ്മളിപ്പോ ഇത്ര എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്ക്, കണ്ടില്ലേ? ശരി, നീ ആദ്യം പറഞ്ഞ പോലെ പറഞ്ഞിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കും. ആദ്യം പറഞ്ഞില്ലേ നമ്മളിത് ഉണ്ടാക്കുന്നത് പ്ലാവിലയിൽ പറ, ഇല സ്പൂൺ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇല സ്പൂൺ. ഫസ്റ്റ് ഇങ്ങനെ അങ്ങ് മടക്കി തള്ളണം. ഇങ്ങനെ ഇങ്ങനെ മടക്കണം. ഓക്കെ, ഇത് മടക്കിയിട്ട് ഇങ്ങനെ സെക്കൻഡ് ഇങ്ങനെ മടക്കണം. നമ്മുടെ മറ്റേ പേപ്പർ പ്ലെയിനിന്റെ ഏലോപ്ലെയിൻ ഉണ്ടാക്കാനില്ല, അങ്ങനെ തന്നെ. ഓക്കെ, വെരി ഗുഡ്. അതിന്റെ ഫസ്റ്റ് 2 സ്റ്റെപ്സ് ആണ് കാണിക്കുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് മാത്രമേ വേറെ ആയിട്ടുള്ളൂ. കണ്ടില്ലേ? ഇതുകൊണ്ടുള്ള ഉപയോഗം എന്തിനാണ്? ഇതിന്റെ ഉപയോഗം കഞ്ഞി കോരി കുടിക്കാനുമാണ്, പിന്നെ റവ പായസവും കുറുക്കും കുടിക്കാനുള്ളതാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വരണത്? നിങ്ങളെ വീട്? ഞങ്ങള് ചന്തവിളാണ് വരുന്നത്. ചന്തവിള എവിടെയാണ് ഇരിക്കുന്നത്? കഴക്കൂട്ടത്തിന്റെ അടുത്താണോ? കഴക്കൂട്ടത്തിന്റെ അടുത്താണോ? പേരെന്തിനാണ്? അഭിമന്യു. കൂട്ടുകാരന്റെ പേരെന്തിനാണ്? കൂട്ടുകാരൻ നോക്കില്ല, മോഹൻ നോക്കില്ല. കൂട്ടുകാരന്റെ പേരെന്തിര്? കൂട്ടുകാരന്റെ പേരാണ് ഇസാനാ? പേര് പേടാ? കാശിനാഥ്. കാശിനാഥ് എവിടെ നിന്ന് വരണു? കോട്ടയത്തിൽ നിന്നാണോ? കോട്ടയത്ത് എവിടെയാണ്? ഇടയാഴത്തിൽ നിന്നാ. എത്രാം ക്ലാസ് പഠിക്കണു? 2ാം ക്ലാസ്. അടുത്തത് 3ാം ക്ലാസ്. പരീക്ഷ കഴിഞ്ഞാ? അഭിമന്യു എത്രാം ക്ലാസ്സിലാണ്? ഞാൻ 2ാം ക്ലാസ്സിലാണ്.